നമുക്ക് എന്ത് കേൾക്കണം അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ടോണി ചേട്ടൻ നാളെ ഒരു വെള്ള അംബാസഡർ കാറ് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുക. ടോണി ചേട്ടൻ അങ്ങ് തീരുമാനിക്കും വെള്ള തലയ്ക്ക് പിടിച്ച്. പിന്നെ ടോണി ചേട്ടൻ റോഡിലോട്ട് ഇറങ്ങിയാൽ മൊത്തം വെള്ള അംബാസഡർ കാണുള്ളൂ. അപ്പോൾ നമ്മൾ നാരിത്തരം മാത്രമേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതാണ് അന്വേഷിക്കുന്നത്. 100% എല്ലാ സ്കൂളുകളിലും ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവണം. എല്ലാ സ്കൂളുകളിലും നിങ്ങൾ ഈ മോറൽ സയൻസ്, പിന്നെ ഡ്രില്ല്, PT, ഒരു അവർ കുക്കിംഗ് പരിചയം, പാചക പരിചയം എന്നും പറഞ്ഞൊരു ക്ലാസ്. അപ്പം യഥാർത്ഥത്തിൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ മലയാളിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഷെഫ് നളൻ്റെ ഒരു ടിപ്പുണ്ടോ? അല്ല, എനിക്ക് ഒറ്റ ടിപ്പേ ഉള്ളൂ: അളന്ന് ജീവിക്കുക, അളന്ന് കഴിക്കുക. ഓക്കെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ റൂമിലിരിക്കുന്ന നമ്മൾ 5 പേരുടെയും ഫിംഗർ പ്രിന്റ് പോലും ഡിഫറെൻ്റ്. ആ ബേസിക് തിരിച്ചറിവ് നമുക്കുണ്ടാക്കാം, അല്ലേ? ഞാൻ ഒരിക്കലും താങ്കളാവത്തില്ല. ഇപ്പം ടോണി ചേട്ടൻ ഒരു എഴുത്തുകാരനാണ്, ടോണി ചേട്ടൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്, ടോണി ചേട്ടൻ ഒരു പണ്ഡിതനാണ്. അത് ഞാൻ കൗതുകം ആലോചിച്ചു, ഈശ്വര ഇദ്ദേഹത്തിന് തോന്നിയിട്ട് എന്നെ പറ്റി ഒന്ന് എഴുതിയാൽ. ഞാൻ ഇങ്ങനെ പോസിറ്റീവ്ലിയാണ് ചിന്തിക്കുന്നത്. പറഞ്ഞാൽ ഇയാൾക്ക് വരെ പണിയൊന്നുമില്ല, ഇയാൾ എന്തോന്ന് എഴുത്താ. രണ്ട് ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ്. കാരണം നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മളെ മത്സരങ്ങളാണ് പഠിപ്പിക്കുക. നീ അവളെ കണ്ടുപിടി, നീ ഇവളെ കണ്ടുപിടി, മനസ്സിലായത്? അവൻ ഓടി തോപ്പി, നീ പെട്ടെന്ന് ചെല്ലണം, അവൻ സീറ്റ് കിട്ടുന്നതിന് മുമ്പ് നീ കയറി ഇരിക്കണം. ഇങ്ങനെ നമ്മളെ പഠനം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ക്രിയേറ്റ് ചെയ്യുക, അല്ലേ? മനഃപൂർവ്വം വാശി ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടി ചൊട്ടയിൽ എൻമിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ശീലം മാറ്റണം. മാത്രമല്ല പിള്ളേരെ അടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ പിള്ളേരുടെയൊക്കെ ഇത് ഇങ്ങനെ ഫീഡ് ഓൺ, വീര്യം കൂടുകയാണ് അവർക്ക്. ഇത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ സംഭവിക്കുന്നുണ്ട്, ചേട്ടനും അനിയനും തമ്മിൽ സംഭവിക്കും. ഇത് ഇല്ലാത്ത പക്ഷം ഇപ്പം അനിയനോ നോക്കിക്കോണേ, അപ്പം അനിയൻ കുറച്ച് വാശില്ല, അവൻ അങ്ങനെ കാണിക്കല്ലേ. ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അതിന് പറയുന്ന പാർട്ടിസിപ്പേഷൻ എന്നാണ്. പാർട്ടിസിപ്പേറ്ററി ക്രിയേഷൻ ഇല്ല നമുക്ക്. ഇവിടെ ഉള്ളത് മൊത്തം വാശി ക്രിയേറ്റ് ചെയ്ത് അവരുടെ അസൂയയും ദേഷ്യവും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഐഡിയോളജിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സിനിമ ഇറങ്ങി, മഹാരാജാസ് ഹോസ്റ്റൽ. അപ്പോൾ അഖിൽ NRD എന്ന് പറയുന്നൊരു ശരാശരി. അഖിൽ NRD, ഞാനത് പറയാൻ വരുമായിരുന്നു. നിങ്ങൾ നമ്മളുടെ ഒരു കോംബോ ഭയങ്കര രസമായിരുന്നു വീഡിയോസിൽ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കണ്ടത്. അതെയോ? അവ എന്നെ പറ്റി ഒരു ട്രോൾ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു പാടാൻ വെളിച്ചെണ്ണ. അതെ, ഞാൻ പറഞ്ഞു എൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് വരാൻ പറഞ്ഞു, ഷാപ്പിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ വെച്ചുണ്ടായ ഒരു സംഭവമാണ്. പിള്ളേരെല്ലാം ഏറ്റെടുത്ത് അഖിലിപ്പോൾ ഒരു സിനിമ ചെയ്തു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ട്രോൾ ചെയ്യാം. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നോക്കാമെന്ന് ഞാൻ പോയി സിനിമ കണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ അഖിലിനെ വിളിച്ചു പറഞ്ഞാ, ഒരു ശരാശരി സാധാരണക്കാരൻ്റെ മോൻ, ഒരു ശരാശരി സാധാരണ സോഷ്യൽ മീഡിയ ഒരു പയ്യൻ, നീ വലിയ സ്ക്രീനിൽ വന്നില്ലേ? നിന്നെ പ്രചോദനം കണ്ട് പണ്ട് ജയറാമേട്ടൻ മിമിക്രിന്ന് സൂപ്പർ ഹീറോ ആയപ്പോൾ, സൂപ്പർ സ്റ്റാർ ആയപ്പോഴാണ് എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നിയത്. മിമിക്രിക്കാർക്ക് തോന്നിയത്. അവരെല്ലാം കൂടെ ഈ ജയറാമേട്ടനെ കല്ലെറിഞ്ഞില്ല അന്നത്തെ കാലത്തെ ആൾക്കാർ. അവരെല്ലാരും ജയറാമേട്ടനെ പോലെ ആവണമെന്ന് പറഞ്ഞ് എത്ര സൈനുദ്ദീൻ, ദിലീപേട്ടൻ, അങ്ങനെ എത്ര നടന്മാർ, നമ്മളെ NF വർഗീസ്, എല്ലാരും. അപ്പൊ അവർക്കെല്ലാം അതൊരു ഓപ്പർച്യൂണിറ്റി ആയി. അങ്ങനെ അഖിലിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് നമ്മളെ തലമുറയ്ക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ അടിയിൽ വന്നിട്ട് നിന്റെ അഭിനയം കൂതറയാണ്, നിന്റെ അഭിനയം അങ്ങനെ. എൻ്റെ പൊന്നേട്ടാ, ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസർ സാധാരണക്കാരെ വെച്ച് ആര് സിനിമ എടുക്കും? ഇല്ല. ഇപ്പം നമ്മൾ ആശീർവാദം എടുത്താൽ പോലും അടിസ്ഥാനപരമായി നോക്കിയാൽ അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കള്, അവരുടെ അവരെ വെച്ച് എടുക്കുന്ന ഏതെങ്കിലും സാധാരണക്കാരനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. ഇത്രയും പ്രതിബദ്ധത ഉണ്ട്, എല്ലാം ശരി. ഞാനിത് കുറ്റമായിട്ടല്ല ഞാൻ നോക്കുന്നത്. ഇതൊരു സാധാരണക്കാരൻ വന്ന് നമ്മളുടെ ഇടയിലുള്ള സാധാരണക്കാരനെ വെച്ച് ഒരു പടം എടുത്ത് കുറവുകളുണ്ടേ. നിങ്ങളെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ അഭിനയിച്ചെന്ന് കരുതുക, പോയി കാണുക. നാളെ ഇതിനെക്കാട്ടിയും ബെറ്റർ സിനിമ ഉണ്ടാവട്ടെ. നാളെ നമ്മൾ അനിയന്മാർക്കും വീണ്ടും ചാൻസ് കിട്ടട്ടെ. ഇവിടുത്തെ വലിയ കമ്പനികളും വലിയ പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പോൾ ഓംബാല എന്ന് പറഞ്ഞ കമ്പനി ഒന്നും നമ്മളെ പിള്ളേരെ വെച്ച് പടം എടുത്തൊന്നും വരത്തില്ല. ഇല്ല 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 ഇല്ല, സത്യം അത്. അപ്പം ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും, ഈ പ്രൊഡ്യൂസർ പൊട്ടിയെന്ന് വെച്ചു, വേർത്തം വേഗം മതിയല്ലേ, അഖിലിനെ വെച്ച് പടം എടുത്ത് ആയല്ലേ, ഇനിയിപ്പം നിങ്ങൾ പോയി വലിയ എന്തെങ്കിലും ചെയ്യടേ എന്ന് പറയും. അപ്പം നമ്മളെ പിള്ളേർ ആരായി? എടാ, നമ്മളെ ശരാശരി ബ്ലോഗേഴ്സ് അല്ലെ ശരാശരി യൂട്യൂബേഴ്സ്, അവരും സ്വപ്നങ്ങളോടുകൂടിയാണ് വന്നിട്ട് എന്നെ വെച്ച് ഇഷ്ടം പോലെ ട്രോൾ ചെയ്യാറുണ്ട്. ഒരുപാട് എന്നെ വെച്ച് 200-300 ഫോളോവറുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന കാള പെറ്റെന്നും പറഞ്ഞ് കയറെടുക്കുന്ന ടീമുകളുണ്ട്. കമന്റ് അടിക്കുക. അവർ ഈ ഒരു പീസേ കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. റീസെൻ്റ്ലി സംഭവിച്ചതെന്ന് പറയുന്നത്, എൻ്റെ ഒരു ഡോഗ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഡോഗ് മരിച്ച സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു അപ്രൻറ്റീസ് ഡോക്ടറുണ്ട്. ആ അപ്രൻറ്റീസ് അല്ലല്ലോ അതിന് പറയുന്ന, അവിടെ ഒരു ഇൻറ്റേൺ ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഇൻറ്റേൺ ഡോക്ടറെ അടുത്ത് ഞാൻ
ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ രക്ഷിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിനാണ് ഞാൻ കൊച്ചിയിൽ ചെന്നിരിക്കുന്നത്. മനസ്സിലായി. ബാംഗ്ലൂർ കൊണ്ട് ചികിത്സിച്ചെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു ഹോസ്പിറ്റലാണ് എൻ്റെ ഡോഗിനെ ചികിത്സിച്ചിരിക്കുന്നത്. അത്രയും കെയർ, കാര്യങ്ങൾ, ഫിസിയോതെറാപ്പി എല്ലാം ഞാനിങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുക. ഞാനൊരു ബ്രഹ്മാണ്ഡ സിനിമ കണ്ടിട്ട് വന്നിരിക്കുക. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇവിടുത്തെ ഒരു ബ്രഹ്മാണ്ഡ ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ഇൻറ്റേണിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, മോളെ അതോ എൻ്റെ ഡോഗ് നിങ്ങൾ നോക്കി, അവരാണ് നോക്കിയോണ്ട് ഭയങ്കരമായിട്ട് മൂത്രം സ്മെല്ലടിക്കുന്നു എന്ന് പറയുമ്പം ആ ഇൻറ്റേൺ ഡോക്ടർ എൻ്റെ അടുത്ത് പറയാം അത് മെഡിസിൻ ആണെന്ന്. ഒന്ന് ആലോചിക്കണം, 5 വയസ്സോടെ എൻ്റെ കൂടെ ജീവിച്ചവൻ, എൻ്റെ മോനാ, താങ്കളെ മോൻ ഒരു ICU ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് താങ്കളെ മോൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ താങ്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ICU ആണ്. അപ്പോൾ താങ്കളുടെ അടുത്ത് നേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പറയുന്നത്, ഇൻറ്റേൺ ഡോക്ടർ, അവിടെ നേഴ്സില്ല, ഇങ്ങനെ വിഷയം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് മെഡിസിനാന്ന് പറയുമ്പോൾ താങ്കളെ മനസ്സിലൂടെ എന്തായിരിക്കും? ഞാനൊരു സാധാരണക്കാരനല്ലേ, ഞാനൊരു സാധാരണക്കാരനല്ലേ, കമ്മിറ്റഡ് അല്ലാത്ത ഒരു അല്ലേ, ഞാനൊരു സാധാരണക്കാരൻ. എൻ്റെ മനസ്സിൽ എൻ്റെ മകനാണ് ആ കിടക്കുന്നത്. ഞാൻ എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പം അവൻ്റെ ടെമ്പറേച്ചർ കൂടി. അപ്പം ഞാൻ പറഞ്ഞത് ഐസ് വാട്ടർ ബാത്ത് കൊടുക്കണം എന്ന് പറയും. ഇത് അവർ കൊടുത്തില്ല, ലാസ്റ്റ് ഞാനാണ് കൊടുത്തത്. അത് അത്രേ കേട്ടോളൂ. എന്തോന്ന് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി ഇമോഷണലായി, കാരണം എൻ്റെ ഡോഗ് അന്ന് രാത്രി മരിച്ചുപോയി. താങ്കളായിരുന്നേ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ കത്തിച്ച അല്ലേ. ഞാൻ എൻ്റെ മാന്യതയ്ക്ക് നിലയും വിളിച്ച് അവൻ്റെ ഡെഡ് ബോഡി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ആ മുഹൂർത്തത്തിൽ ഞാനിരുന്ന് ആലോചിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അവളന്മാരത്ത് ഞാൻ അപ്പം പറഞ്ഞ അവളന്മാരത്ത് ഞാൻ എൻ്റെ ഡോഗിനെ ഒന്ന് കുളിപ്പിക്കുക, കാരണം ഐസ് വാട്ടർ ബാത്ത് കൊടുത്താൽ വിഷയം. അവളുമാരൊന്ന് വിളിച്ചു, ബ്രദർ പറയാൻ അതിലെന്താ തെറ്റ്? അല്ലല്ല, അത് പോട്ടെ. എൻ്റെ മകന് തുല്യമായ എൻ്റെ ഡോഗ് മരിച്ചു കിടക്കുമ്പം ഇതിൽ കൂടുതലൊക്കെ മാന്യത ഞാൻ കാണിക്കണമെന്ന്, അതും അവരുടെ അനാസ്ഥ കാരണം. തീർച്ചയായിട്ടും. അതിന് ഞാൻ അപ്പം അവർ വെച്ചിട്ട് 5 വർഷം പഠിക്കുന്നു ഒന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പൊതുവെ പറഞ്ഞതല്ല, നിങ്ങളെ ഇൻറ്റേൺ പഠിച്ചു വന്ന കുട്ടികൾക്ക് അവിടെ പ്രൊഫഷണലിസം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇവർ വെറ്റിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് അടിസ്ഥാനപരമായി ഒരു ആനിമൽ ലവിങ്, ആനിമൽ കെയറിങ്ങിനേക്കാളും പ്രൊഡക്ഷനും അതും ഇതും ഒക്കെ മനസ്സിലായി. അപ്പോൾ അത് കുറേ കൂടെയൊക്കെ ഇമ്പ്രൂവ് ആവണം. അപ്പോൾ എന്നെ പോലെ എത്ര പേർക്ക് ഡോഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? എത്ര പേര്, നമ്മുടെ ആർട്ടിസ്റ്റുകളടക്കം ഒരുപാട് പേരുടെ അടുത്തിടെ നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അവർക്കൊക്കെ അതൊരു മകനാണ്, ഇല്ലേ മകളാണ്. നിങ്ങൾക്കതൊരു പേഷ്യൻ്റാണ്. ആ വേദനയുടെ പുറത്ത് ഞാൻ പറഞ്ഞു പോയി. പക്ഷെ ഞാൻ അസഭ്യം പറഞ്ഞില്ലല്ലോ. എൻ്റെ ഡോഗിൻ്റെ മൂത്രന്മാരല്ലല്ലോ ഞാൻ പറഞ്ഞു. ICUവിൽ കിടക്കുന്ന എൻ്റെ ഡോഗ് ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതിന് ഐസ് വാട്ടർ ബാത്ത്, അത് ഞങ്ങൾ ഗ്രൂമേഴ്സ് അല്ല, പെറ്റ് ഗ്രൂമേഴ്സ് അല്ല. എനിക്കൊരു നോട്ടീസൊക്കെ ഞങ്ങൾ ആക്ഷേപിച്ചു. എടാ എൻ്റെ ഡോഗാടെ ചത്തുപോയത്, എൻ്റെ മോനെ ചത്തുപോയെ, നിങ്ങളെ മോനെ ഞാൻ അതേ കണക്ക് ട്രീറ്റ് ചെയ്ത് കൊന്നാൽ നിങ്ങൾ എന്നോട് ഇതേ കണക്കായിരിക്കും. നമ്മൾ രാവണപ്രഭു സിനിമയിലെ വസുന്ധരദാസിന്റെ ക്യാരക്ടർ മോഹൻലാലിനോട് ശോഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് ഹോസ്പിറ്റൽ തല്ലിപ്പൊട്ടിച്ചിട്ട് ശോഭിക്കാതെ പോയി? അതിനകത്തൊരു റിയാലിറ്റിയും ലോജിക്കും എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആൾക്കാരത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവരവരുടെ പാഷനെ കാണാതെ പ്രൊഫഷനെ കാണുന്നു. പ്രൊഫഷനും പാഷനും രണ്ടും രണ്ടാന്ന് ഞാൻ. നമ്മളിതൊന്നുമല്ല കാണണ്ട, നമ്മൾ മനുഷ്യത്വമാണ്. പോളിമാണി, ഞാൻ എന്താ പറയുക, പോളിമാണി നമ്മളെ നാട്ടിലൊരു പെൺകുട്ടി, നമ്മളെയൊക്കെ ഒരു മകൾ ഒരു കാര്യം പറഞ്ഞു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പം ഞാൻ മോളെ പറഞ്ഞത് ശരിയല്ലടാ, വിട്. ഉടനെ അവളെ അമ്മയ്ക്ക് പറയുക, അച്ഛന് പറയുക. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ തലയ്ക്കകത്തിരിക്കുന്നതേ ഞാൻ ഛർദ്ദിക്കും. അതെ, തീർച്ചയായിട്ടും. അല്ലേ, നമ്മുടെ ഒരു ജീൻ കോഡിംഗ് എന്ന് പറയുന്നത് ഉണ്ട്. ശരിയല്ലേ? ഞാൻ അങ്ങനല്ലേ. അപ്പോൾ താങ്കൾ എന്നെ എന്ത് ചെയ്താലും ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, എൻ്റെ ജനസിസ് അതിന് സമ്മതിക്കുന്നത്. തീർച്ചയായിട്ടും അതെൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ ജനറ്റിക്സിൻ്റെയും ക്വാളിറ്റി ഒറിജിനലാണ്. DNA ക്വാളിറ്റി ഞാൻ ആ സ്പോട്ടിൽ താങ്കളെ ആക്ഷേപിക്കുന്നു, അമ്മയ്ക്ക് പറയുന്നു. ഇതാ ഈ ഛർദ്ദിക്കുന്നതാണ് ഞാൻ, എൻ്റെ ഉള്ളിൽ നിന്നല്ലേ. അത് താല്പര്യമില്ല. ഇല്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ VD സതീശൻ എൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ എൻ്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി സാർ ആയിരുന്നുവെങ്കിൽ ആണ്. ബഹുമാനം, റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും അത് അവരുടെ സ്ഥാനമാണ്. ഇപ്പോൾ DYSP ആണെങ്കിൽ സാർ എക്സ്ക്യൂസ് മീ, ഹൗ ആർ യു, അല്ലേ? ഹൈക്കോടതി ജഡ്ജ് നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് നമ്മൾ പരാതിയായിട്ട് കൊടുക്കും. ജസ്റ്റിസ് ഫൈറ്റ് ചെയ്യുക, വിൻ ചെയ്യുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്പി നാരായണൻ സാർ. അദ്ദേഹത്തിനോട് ചെയ്ത വർഷങ്ങൾ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്ത അനീതിയേക്കാൾ വലുത്. ആ വേദന ഒരിക്കലും തീരുന്നില്ലല്ലോ, എത്ര നഷ്ടപരിഹാരം കിട്ടിയാലും. എത്ര കോടി, അതായത് 140 കോടി ഇന്ത്യൻസിനും നഷ്ടമാണ് ആ മനുഷ്യൻ അന്ന് ചെയ്തത്. അദ്ദേഹത്തിന് എന്താണ്
സത്യമായ കാര്യമാണ്. ശരിയല്ലേ? അത് വെച്ചിട്ട് പ്രജേഷ് ഒരു സിനിമ വരെ ചെയ്ത അവസാനം. അതെ അതെ അതെ, ഇതൊന്നും അറിയത്തില്ല. ഇല്ല, ആൾക്കാർക്ക് ഹിസ്റ്ററി ഇല്ലല്ലോ. ഇപ്പോൾ ഹിസ്റ്ററി അന്വേഷിക്കാൻ താല്പര്യമില്ല. എല്ലാവരും പ്രസന്റിൽ മാത്രം ജീവിക്കുന്നു. പ്രസന്റ് ജീവിക്കുന്നത് നല്ലതാണ്, പക്ഷെ പ്രസന്റിൽ മാത്രം ജീവിക്കുന്നത് വലിയ നെഗറ്റീവായിട്ട് തോന്നാറുണ്ട്. ടോണി ചേട്ടൻ ഇവിടെ പഠിപ്പിക്കുന്ന ഹിസ്റ്ററി ഔറംഗബ് മറ്റേ മുഗളും അക്ബറും ഒക്കെ നമുക്ക് 10 രൂപയുടെ ഉപയോഗമുണ്ട്. ഓരോരുത്തർക്ക് വേണ്ടത് പഠിക്കുക. നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഇപ്പൊ രാമാനുജൻ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഈ പറയുന്ന നമ്പി സാറ്, അങ്ങനെ എത്രയോ പേര്. നമ്മുടെ ISRO സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാം? നമ്മളെ 1 കിലോ സവാളയുടെ വില ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ എത്ര പേർക്ക് അറിയാം? 1 കിലോ അരിയുടെ വില ചോദിച്ചാൽ, നേരെ കുറച്ച് പുതിയ ഇറങ്ങിയ ഐഫോണിന്റെ വില അറിയാം. അതറിയാം. അപ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടത് ബേസിക് നീഡ്സ്. ഇന്നുള്ള കാലത്ത് ആരും പറഞ്ഞു കൊടുക്കാറില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫുഡ് ഇവാഞ്ചലിസ്റ്റ്, എനിക്കത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. അല്ല, അതിൽ നമുക്കറിയാത്ത ഭക്ഷണ രീതി, ഇപ്പോൾ ഉള്ള കുട്ടികൾ ചെറുപ്പക്കാർ മുതൽ എല്ലാവരും ജോലി വർക്കോളിക്കാണ്. പലർക്കും ഉണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഗ്യാസ് ട്രബിൾ, മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനൊക്കെ എന്താണെന്നുള്ളത് അന്വേഷിച്ച് ആൾക്കാർ മൊബൈലിൽ എന്തെങ്കിലും ചിന്തിച്ച് നോക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഷെഫ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്കൊരു കൗതുകം തോന്നി. ഇതെല്ലാം കുറേ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ഒരു സോഷ്യൽ സർവീസ്. ഞാൻ പറഞ്ഞല്ലേ, എനിക്കിപ്പോൾ വലിയ ബോർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രോളജി ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങളെ അച്ഛൻ്റെ അമ്മയുടെ ഇല്ലെങ്കിൽ നിങ്ങളെ മുത്തശ്ശിയുടെ അടുത്തോ പോയി ചോദിക്കുക. ഈ പറഞ്ഞ കണക്ക് ഞാൻ നേരത്തെ എൻ്റെ സഹോദരന്മാരെ പറ്റി പറഞ്ഞ കണക്ക് എനിക്ക് അവർക്കൊരു പ്രശ്നം വരുന്ന ഇഷ്ടമല്ല. അവർ ജീവിതകാലം മൊത്തം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് ഈ നെഞ്ചരിച്ചിലും കാര്യങ്ങളും ഒരു വെന്ത വെളിച്ചെണ്ണ ഒരു സ്പൂൺ കുടിക്കുന്നു. അപ്പോൾ അതവർ കഴിച്ചു നോക്കുക. ഈ വെന്ത വെളിച്ചെണ്ണ ഒരു നേരം കുടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല. മാറ്റം ഈ വെന്ത വെളിച്ചെണ്ണ ഡെയിലി കുടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇവിടെ കുറച്ച് സ്വകാര്യ വ്യക്തിത്വങ്ങൾ അവരുടെ റീച്ചിന് വേണ്ടിയും അവരുടെ ഡിബേറ്റ് വരാനും വേണ്ടി എൻ്റെ പൊന്നു പറഞ്ഞു ഞാൻ അതൊന്നുമല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ചുറ്റിനും ഇരിക്കുന്നവരെ നമ്മൾ നോക്കിയാൽ നമ്മളെ കാര്യം ദൈവം നോക്കും. തീർച്ചയായിട്ടും അത് തന്നെയുള്ള കറക്റ്റ് കാര്യമാണ്. ഞാൻ ടോണി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ടോണി ചേട്ടൻ എന്നെ വിളിക്കുന്നു, ഞാൻ വരുന്നു. ഞാൻ എന്താണ് ഏതാണ് എത്ര റീച്ചുള്ള പേജാണ് ഇതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ടോണി ചേട്ടൻ നാളത്തെ സ്റ്റാറാണ്, ഇന്നത്തെ സ്റ്റാറാണ്. ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാം. അത് തന്നെ വലിയൊരു. പിന്നെ എൻ്റെ ജനങ്ങളോട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വ്യക്തിപരമായി മെസ്സേജ് അയക്കും. അതെ അതെ, അത് ഗുണം കിട്ടും. പിന്നെ എൻ്റെ ഒരു 4 മില്യൺ 5 മില്യണൊക്കെ എൻ്റെ വ്യൂസ് പോകുന്നതിനകത്ത് ഒരു 40 50 ചിലപ്പം 4 മില്യനാണ് 40,000 കമൻറ്റ് വരും. അതിൽ 4,000 10% ഒരു 2,000 ഈ കമൻറ്റുകൾ നോക്കി മാത്രം വിലയിരുത്തുന്ന എത്ര വ്യക്തിത്വങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് കൂടുതലും എൻ്റെ തന്നെ ഇട്ടാവട്ടത്തിലുള്ളവന്മാരുമായിരിക്കും. നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം ഞാനിപ്പം എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ 40,000 കമൻറ്റ് വരുന്നതിനകത്ത് 2,000 3,000 അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക അല്ലേ? നല്ലതാ ചീത്ത. ബാക്കി 30,000 കമൻറ്റ് നീ കണ്ടില്ല. പിന്നെ നിന്റെ പ്രശ്നം ഇല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ അറിയാം ടോണി ചേട്ടാ, നമുക്ക് എന്ത് കേൾക്കണം അത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. നമുക്ക് എന്ത് കാണണം അത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ടോണി ചേട്ടൻ നാളെ ഒരു വെള്ള അംബാസഡർ കാറ് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കും. ടോണി ചേട്ടൻ നിങ്ങൾ തീരുമാനിക്കും വെള്ള തലയ്ക്ക് പിടിച്ച്. പിന്നെ ടോണി ചേട്ടൻ റോഡിലോട്ട് ഇറങ്ങിയാൽ മൊത്തം വെള്ള അംബാസഡർ കാണുള്ളൂ. അത് കൃത്യമായ കാര്യം. നമ്മളൊരു വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹിച്ച് റോഡിൽ ഇറങ്ങി നോക്കി എല്ലാം അങ്ങനെ കാണുള്ളൂ. അതൊരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നതാണ്. പക്ഷേ 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും മാത്രമേ നമ്മൾ ആക്ച്വലി കാണുന്നതും കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നാരിത്തരം മാത്രമേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ നാരിത്തരേ ഞാനിത് കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ അടക്കം ഞാൻ അതിലെ നല്ല വശങ്ങളാണ് മനസ്സിലായില്ല. ഇപ്പൊ ഇതിനെ എങ്ങനെ നന്നാക്കാം, ഇതിപ്പോ എങ്ങനെ നന്നാക്കാം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇവിടെ ഇങ്ങനൊരു മുറിവുണ്ടായി. ഇവിടുത്തെ രാഷ്ട്രീയം പറയുന്നത് കൈ മുറിച്ച് കളയണമെന്നാണ്. എൻ്റെ രാഷ്ട്രീയം പറയുന്നത് ആ മുറിവ് ഉണക്കിയിട്ട് അത് ഫിക്സ് ചെയ്ത് ആ കൈ ഉപയോഗിക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ എയുടെ കാലമാണല്ലോ. വരുമ്പോൾ നമ്മൾ ഈ ഗൂഗിൾ അനലിറ്റിക്സ് അടക്കം നമ്മുടെ ചിന്തകളുമായിട്ട് റിലേറ്റ് ചെയ്യും ഒരുപാട്. അങ്ങനെ ഇതെല്ലാം കാണാം. അത് അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെയാണ്. സത്യം അത് പറഞ്ഞത് തിയററ്റിക്കലി കറക്റ്റാണ്. അപ്പോൾ എനിക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് കുറച്ച് നല്ല ഭക്ഷണശീലങ്ങൾ. ഒരു സാധാരണ മനുഷ്യൻ, പണ്ടത്തെ നമ്മൾ രാത്രിയും പകലുമില്ലാതെ പണിയെടുത്ത് പറമ്പിൽ പണിയെടുക്കുന്ന കൃഷിക്കാരൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. 81ാമത്തെ വയസ്സിലും ദിവസവും മദ്യപിക്കുന്ന ഒരാൾ, ഒരു കുഴപ്പമില്ല. അദ്ദേഹം അതിൻ്റെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ മലയാളിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു
ഷെഫ് നളൻ്റെ ഒരു ടിപ്പുണ്ടോ? അല്ല, എനിക്ക് ഒറ്റ ടിപ്പേ ഉള്ളൂ. അളന്ന് ജീവിക്കുക, അളന്ന് കഴിക്കുക. ഓക്കെ. 2 കാര്യങ്ങൾ ആണ് ജീവിതത്തിലെ ഏറ്റവും സെൻസിറ്റീവ്. അതായത് നമ്മൾ ടോട്ടൽ ശരീരഘടനയിൽ നമ്മളുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട്. നാക്കിൻ്റെ തുമ്പും നമ്മളെ ലിംഗത്തിൻ്റെ തുമ്പും ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ്, ഷാർപ്പ്. ഇത് 2 അവയവങ്ങളും തൂക്കി നോക്കി സൂക്ഷിച്ച് ഉപയോഗിക്കണം. ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ബിക്കോസ് 2ഉം ഷാർപ്പാണ്. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ലൈഫ്. സിമ്പിൾ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ നാക്കിൻ്റെ രുചി വിഭവങ്ങൾ തൂക്കി കഴിക്കുക. ഓക്കെ ഓക്കെ. ഫുഡ് വന്നു, ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫുണ്ട്, എല്ലാം എടുക്കുക. 50 ഗ്രാം, 10 ഗ്രാം, 20 ഗ്രാം, 30 ഗ്രാം, ഒരു 250 ഗ്രാം കലാസ് തൂക്കി കഴിക്കുക. ഓക്കെ. ചിന്തിച്ച് സംസാരിക്കുമ്പോൾ തൂക്കി സംസാരിക്കുക, അല്ലേ? അതെ 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 അതെ. ജീവിതത്തിലേക്ക് പെണ്ണുങ്ങളായാലും ശരി, സമ്പർക്കം വരുമ്പോൾ നോക്കി സഹകരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. സഹകരിക്കരുതെന്നല്ല, നമ്മളെ ലൈഫിൽ ഇപ്പം നമ്മൾ പല വ്യക്തിത്വങ്ങളെയും കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? നമ്മളിപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെ എടുക്കാം. മോഹൻലാൽ, എല്ലാവർക്കും മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. കാരണം എന്താണ്? യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി. അതല്ല, ദേവാസുരം ഭയങ്കര സൂപ്പറാണ്. തീർച്ചയായിട്ടും. പിന്നെ നാടോടിക്കാറ്റ് അതിനെ കാട്ടിയാണ്. പിന്നെ മുണ്ട് പറിച്ചടിക്കുന്നത് വേറെ. ഞാൻ ഈ കഥാപാത്രങ്ങളെയല്ല ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ദ റിയൽ മോഹൻലാലിനെയാണ്. ഇന്നും ആരെയും മുണ്ട് പറിച്ചടിച്ചിട്ടില്ല. ഇല്ല. ഇന്നും ആരെയും പോമനെ മാത്രം വിളിക്കുന്ന പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇന്നും ശരീരത്തിനെ നോക്കി, മുടിയൊക്കെ നോക്കി, കോസ്റ്റ്യൂമൊക്കെ നോക്കി, അല്ലേ? അതെ അതെ. വളരെ ഹെൽത്തി, സ്റ്റൈലിഷ് ആയിട്ട് ഈ ലാലേട്ടനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും. അത് തന്നെ ഷെഫ് നളരോടും പറയാനുള്ളത്. ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഞാൻ ക്രോണിക് ലാൽ ഫാനാണ്. ലാലേട്ടനെ കണ്ടുപിടിച്ചു. പല സമയത്തും അപ്പൊ ലാലേട്ടന്റെ കഥാപാത്രങ്ങളുടെ പറയാം. ഒരു ലാലേട്ടൻ കണ്ട് ഒരു റമ്മ കണ്ട് ഇങ്ങനെ കുളത്തിൽ നിന്ന് മുക്കി അടിച്ചപ്പോഴത്തേക്ക് രഞ്ജി സാറ് പറഞ്ഞ്, മണ്ടന്മാരല്ലേ, ആരെങ്കിലും ചെയ്യോ, ഷോർട്ടിന് വേണ്ടി കാണിച്ചല്ലേ. അത് സിനിമയാണ്. സിനിമയാണ്. അപ്പൊ കഥാപാത്രങ്ങളെ നിങ്ങൾ ഹീസ് എ ഗുഡ് എന്റർടൈനർ. അപ്പൊ കഥാപാത്രങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടു, കളഞ്ഞു. ഇതും കണ്ടുകൊണ്ട് ഷെഫ് നളൻ ഇന്നലെ പോലീസിനെ മുണ്ട് പറിച്ചടിച്ചു. അതാണോ? അപ്പൊ നിങ്ങൾ മോഹൻലാൽ ഫാൻ അല്ല, നിങ്ങൾ ആടുതോമ ഫാനാണ്. അതെ അതെ. ക്യാരക്ടറിന്റെ ഫാൻ. തീർച്ചയായിട്ടും ആ വ്യത്യാസം സംഭവിക്കും. ഒരാളെ കോപ്പി ചെയ്യുമ്പം അയാളുടെ ക്വാളിറ്റീസ് എടുക്കുക. അതെ. അയാളുടെ നന്മകൾ എടുക്കുക. എന്തൊക്കെ പഠിക്കാം? ഈ പ്രായത്തിലും ഇത്രയും കാര്യങ്ങൾ, എല്ലാ കൊല്ലവും ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്. അയാളുടെ ബോഡിയെ പുള്ളി ഒരു വലിയ ഷോറൂം, അതൊരു ഒരു ഡിവൈൻ സ്പേസ് ആയിട്ട് കാണുന്നു. ഡിവൈൻ സ്പേസ്. തീർച്ചയായിട്ടും. സംസാരിക്കുന്നതിൽ ഡിവിനിറ്റി ഉണ്ട്. പുള്ളിയെടുത്ത് പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവിന്റെയും മുകളിൽ ഒരു എനർജി ഉണ്ട്, ബിയോണ്ട്, കോസ്മിക് എനർജി, ബിയോണ്ട്. ആ ബിയോണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടി? എത്ര ഇത് കേട്ടിട്ടുണ്ടാവും? ഇല്ല, അത് ചിന്തിക്കുന്ന പോലുമില്ല, ആർക്കും സമയമില്ല. അപ്പം നമ്മൾ നിലനിർത്തുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളുടെ ശരീരത്തിന് ഒരു ഫോർമുല ഉണ്ട്. നിങ്ങളൊരു ഒറ്റ പീസാണ്. നിങ്ങൾ നളനും അല്ല, ഞാൻ ടോണിയും അല്ല. തീർച്ചയായിട്ടും. ഇനി ഇപ്പം ഇദ്ദേഹം, മോൻ്റെ പേരെന്തോ? ഇപ്പം രഞ്ജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ രഞ്ജിത്താണ്. അതെ. അപ്പോൾ രഞ്ജിത്തിൻ്റെ കൂടെ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. 10 മിനിറ്റ്. അതെ. ഇല്ലെങ്കിൽ യു മിസ്ഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. തീർച്ചയായിട്ടും. ആദ്യം തന്നെ. കാരണം രഞ്ജിത്ത് ഒരിക്കലും രഞ്ജിത്തിനെ ചതിക്കൂല. ഇല്ല. രഞ്ജിത്ത് ഒരിക്കലും രഞ്ജിത്തിനെ പറ്റിക്കൂല. രഞ്ജിത്ത് ഒരിക്കലും രഞ്ജിത്തിനെ വഞ്ചിക്കൂല. ഓക്കെ. അപ്പോൾ രഞ്ജിത്തിനെ 10 മിനിറ്റ് രഞ്ജിത്തിനോട് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. ഇല്ല. പിന്നെ ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യണോ? അവനവന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അറിയാത്തവൻ എന്ത് ചെയ്യണം? അല്ലേ? താങ്കളെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, പിന്നെ ഞാൻ കെയർ എടുക്കണോ? പറ്റില്ല. നമ്മൾ രാവിലെ ചെന്ന് നമ്മൾ കണ്ണാടി കുളിച്ചിട്ട് വന്ന് നമ്മൾ കണ്ണാടി നോക്കി, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, എന്തുകൊണ്ട് ലുക്കാണല്ലോ, നമ്മൾ സംസാരിക്കുക. പക്ഷെ ഇവിടെയൊക്കെ ഒന്ന് ചാടുന്നുണ്ട്, കുറച്ചുകൂടെ കോംപ്ലക്ഷൻ വരണം, ഇന്ന് സലൂണിൽ പോകണം എന്ന് നമ്മൾ മിററിൽ നോക്കി. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ക്യാമറ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇന്നലത്തെ ആ ഷോട്ട് അങ്ങോട്ട് ശരിയായില്ല, ഇന്ന് ഷെഫിൻ്റെ അതുകൊണ്ട് സാധനം പിടിക്കണം. ആ 10 മിനിറ്റ് 24 മണിക്കൂറുണ്ട്. പിന്നെ ഞാൻ പോയതിനു ശേഷം ചോദിച്ചു കാണാം, 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നാണ് ഇവനൊക്കെ പ്രേമിക്കുന്ന പെണ്ണ് സ്പെൻഡ് ചെയ്യണം, മക്കളെ ഒന്നുമില്ല. നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ, ശരിക്കും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ, ലോകം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും.
അതെ 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 അതെ. മമ്മൂക്ക് വേണ്ടി ഞാനത് മമ്മൂക്കയുടെ കാര്യം പറയാൻ വന്നത്. മമ്മൂക്കയുടെ ഭക്ഷണ രീതികളാണ് മലയാളി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഹിഡൻ റെസിപ്പി ആയിട്ട് കിടക്കുന്നത്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വായിച്ച്. മമ്മൂക്കയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഡിസൈനേഴ്സും ഒക്കെ ഉണ്ട് അതിനും. പക്ഷേ ആ ഒരു ശൈലി എനിക്കെപ്പോഴും ഏറ്റവും റെസ്പെക്റ്റുള്ള മലയാളത്തിലെ സ്റ്റാർഡം എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. അത് ഒരു കലാകാരന് വേണ്ട ശരീരവുമാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ മമ്മൂക്കയ്ക്ക് പകരം വേറൊരാളുണ്ടോ? ലാലേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പോലും മമ്മൂക്കയുടെ ഒരു ഡൈനാമിസം വേറെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ടോണി ചേട്ടൻ മനസ്സിലാക്കേണ്ട, ഒരു സൂപ്പർ സ്റ്റാർഡും ഇല്ലാണ്ട് ശരാശരി മരിച്ചുപോയ ഒരു ഗൾഫുകാരൻ ഒരു അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്ത് മരിച്ചുപോയ ഒരു വിജയൻ്റെ മകൻ ആയ ഞാൻ ഈ കേരളത്തിൽ വന്ന് എൻ്റെ ഭക്ഷണ രീതികൾ വെച്ച് അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അത്യാവശ്യം കാര്യങ്ങളും വെക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ മമ്മൂക്കയുടെ സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതിലും വലുത് ബിൽഡ് ചെയ്തേനെ. അത് ഏതൊരു മലയാളിയുടെ സ്വപ്നമല്ലേ? നമ്മള് ഞാൻ പറഞ്ഞേ എൻ്റെ സ്പേസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു, ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു സ്പേസ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറും. അത് പുള്ള് ചെയ്യാൻ വേറെ ഗോഡ് ഫാദേഴ്സും കൊണ്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് പലർക്കും പല സമയത്ത് ഇല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ സ്വയം ബിൽഡ് ചെയ്യുന്നവരാ ഒരു പരിധി വരെ. ഷെഫ് നളൻ്റെ കാര്യത്തിൽ 100% ആ ഒരു ഞാൻ ഒരിക്കലും അത് എന്നെ വളർത്തിയത് അടിസ്ഥാനപരമായി എൻ്റെ സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്ക്രീനിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മ പെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇപ്പോഴാണ് സഹോദരന്മാർ വന്നു ചേർന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ബ്രദർ നോക്കി കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന എൻ്റെ അമ്മമാരാണ്. തീർച്ചയായിട്ടും. ഷെഫുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ മക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ടും ഈ അമ്മമാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹോട്ടലിലാണ്. സാറിന് പറയും അയ്യോ ഇത് കൊള്ളത്തില്ല, ഞാൻ ഇവിടെ ഒന്നും വരുന്നില്ല എന്ന് പറയും. ഈ അമ്മമാർ വരുമ്പോൾ മോനെ എന്നെ നടൻ്റെ കടയിലൊന്നും കൊണ്ടുപോകണമെന്ന് പറയും. അമ്മമാരാണ് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വീട്ടിലും അമ്മമാരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. പിന്നെ നമുക്ക് ബേസിക്കലി നമുക്ക് ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അത് പോസിറ്റീവ് എനർജി എന്നെ വളർത്തുന്ന നെഗറ്റീവ് എനർജി ഉണ്ട് എന്നെ വളർത്തുന്ന ശത്രുക്കളാണ്. അല്ല, ഈ ശത്രുക്കളുള്ളപ്പോൾ നമുക്കൊരു വാശി, നമ്മളോട് തന്നെ ഒരു വാശി വരും. നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യുന്നത്. ഇത് രണ്ടും അടിക്കുമ്പോഴല്ലേ പവർ. അതല്ലേ പവർ. മറ്റവർക്ക് അറിയത്തില്ല. നമ്മൾ ഈ നെഗറ്റീവ് കാണുമ്പോൾ തകർന്നു പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ അവരെ മണ്ടന്മാരെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയല്ലേ ശരി. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു ഫേക്ക് ഐഡിയുടെയൊക്കെ ബാക്കി ഇരുന്ന സ്വന്തം അഡ്രസ്സും പേരും മേൽവിലാസവും പോലും കാണിക്കാതെ ഈ പറയുന്ന കണക്കൊരു എന്ത് ചിന്താഗതിയാണ്. അപ്പം അതിനകത്തൊന്നും കാര്യമില്ല. ആരും ഇപ്പം ഒരുപാട് സഹോദരന്മാർ ഇതേ കണക്ക് ബ്ലോഗേഴ്സ് ഉണ്ട്. നിങ്ങളാരും ഡിപ്രസ്ഡ് ആവരുത്. കാരണം ഈ ഒളിയമ്പുകൾ ചെയ്യുന്നവനൊന്നും യാതൊരു അടിസ്ഥാനപരമായ ക്വാളിറ്റി ഇല്ല. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ പറയുന്ന അവിടെ ചെന്ന് ഞാൻ ഒരു കമൻ്റ് ഇടും, എൻ്റെ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എനിക്ക് DM ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് പോഡ്കാസ്റ്റ് തരാം. എന്തിനാ ഒളിഞ്ഞിരുന്ന സത്യം ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്ന് പറയത്തില്ലേ? അല്ല, സത്യമായ കാര്യമാണ്. ഞാനിപ്പോൾ അതിന് മുമ്പ് അമ്മമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്. നമ്മളൊക്കെ വീടുകൾ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമ്മൾ വിചാരിക്കും നമുക്ക് വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കിയ അല്ല അമ്മ ഉണ്ടാക്കിയ ഒരു ഫുഡിൻ്റെ ഒരു കൈപ്പുണ്യം, ആ രുചി കിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അത് ഷെഫ് നളനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പാചക രംഗത്തേക്ക് അല്ലെങ്കിൽ ഷെഫിൻ്റെ രംഗത്തേക്ക് വരാൻ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ആയ പവർ അമ്മ തന്നെയായിരുന്നു. തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മയായിട്ട് 10 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അമ്മയുടെ കൈപ്പുണ്യം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ 47ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചുപോയി. അപ്പം എൻ്റെ അമ്മയുടെ ആ ഫുഡിനെ എനിക്കിപ്പം വലിയ മെച്ചെടുത്തെന്ന് ചെയ്തു തരാൻ പറ്റുമോ, അവിടുത്തെ ചെയ്തു തരാൻ പറ്റുമോ, ഒന്നുമില്ല. ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഞാൻ റീക്രിയേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നെ പോലെ തന്നെ ഒരുപാട് NRIs, ഒരുപാട് വിദേശ മലയാളികൾ അവരുടെ ചെറുപ്പപ്രായത്തിൽ അവർ അമ്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടി. അവർക്കൊരു ചമ്മന്തിപ്പൊടി, ബ്രദർ തന്നെ നേരത്തെ പറഞ്ഞു, ഈ ചമ്മന്തിപ്പൊടിയുടെ കേരളത്തിലെ മലയാളികളുടെ ഇമ്പാക്റ്റ്, കാരണം എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും ഈ ഒരലിന് ചമ്മന്തിപ്പൊടി ഇടിച്ചതിന് ശേഷം ചോറെടുത്ത് ഒരലിനകത്തിട്ടിട്ട് ഒരു വിരവലുണ്ട്, എന്നിട്ട് അതിനെ ഒന്ന് ഉരുട്ടിയിട്ട് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അടിക്കുന്ന ഒരു പിന്നെ ആ സ്മെല്ലുണ്ടല്ലോ, അത് വെളിച്ചെണ്ണയുടെ ഊർന്നു വരുന്ന ഒരു സ്മെല്ലാണ് അതിൽ. എത്ര ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ, അതില്ല. ഇപ്പോഴത്തെ തലമുറ ഭയങ്കര നഷ്ടം വന്നു പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ചേമ്പും ഉണക്കച്ചമ്മന്തി, അതായത് ഉണക്ക കൊഞ്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും ചേമ്പും, എന്നിട്ട് ഉണക്കച്ചെമ്മീൻ്റെ ചാറും, അതേപോലെ തന്നെ കാന്താരി മുളകും ചെറിയ ഉള്ളിയും പുളിയൊക്കെ ഇട്ടുള്ള ഉടച്ച ഇതും ഒരു ഉണക്ക മീനും വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഡിന്നർ കഴിച്ചത്. എന്തൊരു ഗംഭീര ടേസ്റ്റ്. പറയുമ്പോൾ വായിൽ വെള്ളം വരുന്ന ടൈപ്പ് നമ്മുടെ ഒരു തനിമയുണ്ടല്ലോ. ആ ചേമ്പെടുത്തിട്ട് ആ
ആ ചെറിയ ഉള്ളിയും ആ കാന്താരി മുളകും വെച്ച് ഉടച്ചതിന് അതോടെ ഇങ്ങനെ ഞെവിടിയിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി ചാറൊഴിച്ച്, ഏത് ചെമ്മീൻ്റെ ചാറ്, അതിങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന വായിൽ വെച്ചില്ല, ആ ചേമ്പിലാണ് എൻ്റെ പവർ ഇരിക്കുന്നത്. അത് കഴിച്ചിട്ട് ഞാൻ ആ ചമ്മന്തി ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നാക്കിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞു, മനസ്സും വയറും ആത്മാവും എല്ലാം ഒരു വേറെ ലെവലിലായിരുന്നു. ഇവിടുത്തെ കേരളത്തിൽ വന്ന ഏത് അറബി ഫുഡിന് പുഴുങ്ങിയതും അവിച്ചതും ചുട്ടതിനും ഒക്കെ ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. സത്യമായ കാര്യമല്ലേ. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ആൾക്കാർ. എല്ലാവർക്കും ഇപ്പൊ ഈ മന്തി എല്ലാത്തിൻ്റെയും മനസ്സിനകത്ത് ഇതൊക്കെയാണ്. അതാണ് പുറമേ ഷോഫിന് വേണ്ടി ചെയ്യുന്നത്. ഇതൊക്കെ കറങ്ങി തരി പണ്ടതില്ല. എല്ലാം എന്തോടാ പേര്? ഡാനി. എന്തോടാ? ദണ്ഡപാനി. നീല വേലയാണെന്നെ പോലല്ലേ. അത്രേ ഉള്ളൂ. അല്ല, എന്ന് പറഞ്ഞല്ലോ നമ്മുടെ പഴയ അമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന വറ്റലുകളുണ്ട്. ഇപ്പം ഓണക്കാലം വരുന്ന സമയമാണ്. നമ്മളൊക്കെ പണ്ട് കളിയടക്കയൊക്കെ ഉണ്ടാക്കി, ചീടാന്നൊക്കെ പറഞ്ഞിട്ട് കളിയടക്ക പോലെ ഒരുപാട് വറ്റലുകളും ഈ കൊണ്ടാട്ടങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് മാറിയിട്ട് എല്ലാം വേറെ പാക്ഡ് ഫുഡുകളിലേക്ക് മാറി. ഇപ്പം വാങ്ങാൻ കിട്ടുന്ന പാക്ഡ് ഫുഡിന് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് യാതൊരു ടേസ്റ്റും ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു നഷ്ടബോധം എപ്പോഴും തോന്നാറുണ്ട്. 100%. എല്ലാ സ്കൂളുകളിലും ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവണം. എല്ലാ സ്കൂളുകളിലും നിങ്ങൾ മോറൽ സയൻസ്, പിന്നെ ഡ്രില്ല്, PT, 1 അവർ കുക്കിംഗ് പരിചയം, പാചക പരിചയം എന്നും പറഞ്ഞൊരു ക്ലാസ് എല്ലാ കേരളത്തിലെ ഹോസ്പിറ്റലുകളിലും ഒരു ആയുർവേദിക് പ്രൊഫഷണൽ ആയുർവേദിക് കൗണ്ടർ ഉണ്ടാവണം. എല്ലാം ഗവൺമെൻറ് ആവട്ടെ, എല്ലാം അല്ലാണ്ട് ഗവൺമെൻറ് അല്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും തീർച്ചയായിട്ടും എൻ്റെ ചൈതന്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആയുർവേദമാണ്. എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലും കേരളത്തിലുള്ള നമ്മളെ ശുദ്ധമായ തെങ്ങുകൾ ഉണ്ടാവണം. ഉണ്ട്, കറക്റ്റ്. അത് അല്ലേ, ഇവിടെ തുടങ്ങണം ടൂറിസം. അതെ അതെ, നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം ഒക്കെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ തുടങ്ങണം. നമ്മൾ പ്രസംഗിച്ചിട്ടോ തല്ലുകൂടിയിട്ടോ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടോ കാര്യമില്ല. ഒരു ചെറിയ തുടക്കം, ഒരു നോട്ട് എഴുതി കൊടുത്താൽ മതി. ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ ഫ്രം ടുഡേ എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസിലും മാൻഡേറ്ററി ആണ് ശുദ്ധമായ കള്ള് സെർവ് ചെയ്യണം. നമ്മുടെ കേരളത്തിന്റെ ഗ്ലോറിഫൈ ചെയ്യുന്ന വലിയൊരു മൊമെന്റ് അല്ലേ അതല്ലേ ശരിക്കും. പണ്ട് നമ്മൾ നീര തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു പോയതാ ശരിക്കും പറഞ്ഞാൽ. ഇത് യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വർത്തി എലമെൻ്റാണത്. അത് നമുക്ക് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അറിയിക്കേണ്ടവരെ നമ്മളായിട്ടും കൂടെ ഇൻപുട്ട് കൊടുക്കും. ഈ ചാനൽ കാണുന്നവരും നമ്മുടെ എല്ലാ ഗവൺമെൻറ് സെക്ടറിലുള്ളവരൊക്കെ കാണുമല്ലോ, അവരത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് നല്ല ഭക്ഷണ രീതികളെ കൂടെ പറഞ്ഞു വെച്ചിട്ട് ഓൾമോസ്റ്റ് വൈൻഡ് ചെയ്യാൻ തോന്നുന്നു അടുത്ത ഒരു പ്രോഗ്രാം. അല്ല, ഇപ്പോൾ കർക്കിടക മാസം വരുമ്പോൾ നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾ വേനൽക്കാലത്ത് എന്താണ് കഴിക്കേണ്ടത്, ശരിയല്ലേ? നിങ്ങൾ ആ മഴക്കാലം വരുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിന് വാതക്കൂറുള്ളവർ കാണും, അതെ അല്ലേ, പിത്തമുള്ളവർ കാണും. അപ്പോൾ നിങ്ങളെ ശരീരം പിത്തം, കഫം, വാദം എന്നൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിനൊരു ഭക്ഷണ രീതി ഉണ്ടാക്കുക. ഒരു ജനറൽ ഭക്ഷണ രീതി കൊടുക്കാൻ പറ്റില്ല. കാരണം ഷുഗർ ഉള്ളവരുണ്ട്, ഷുഗർ ഇല്ലാത്തവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഹോംവർക്ക്, നിങ്ങൾ വാദക്കൂറുള്ളൊരു ലേഡിയാണ്, ഇല്ലേ പിത്തക്കൂറുള്ള ലേഡിയാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കഫമുള്ളൊരു മനുഷ്യനാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യുക. എല്ലാ വർഷവും എപ്പോഴെങ്കിലും ഒരു 41 ദിവസം നിങ്ങൾ മണ്ഡലകാലം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, 3 പേർക്ക് 41 ദിവസം ഉണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങൾ 41 ദിവസം നിങ്ങൾ ഈ പറയുന്ന കണക്ക് പട്ടിണി കിടക്കണമെന്ന് പറയില്ല, വെജിറ്റേറിയൻ പിടിക്കൂ, അതെ, പ്യുവർ വെജിറ്റേറിയൻ. എന്നിട്ട് നിങ്ങൾ മാക്സിമം ഫലവർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ ഭക്ഷണത്തിനകത്ത് ജ്യൂസസ്, ഒരു ദിവസം ഇന്ന ജ്യൂസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും കുടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും നെയ്ക്കുമ്പളങ്ങ, അപ്പോൾ അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് പൈനാപ്പിൾ, അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം. പിന്നെ വെറ്റില നിങ്ങളെ ഫുഡിനകത്ത് ആഡ് ചെയ്യാൻ പറയുന്നു. പിന്നെ സൂര്യ അസ്തമിച്ചതിന് ശേഷം നിങ്ങൾ അസിഡിക് ഫുഡ് ഒഴിവാക്കുക. ഓക്കെ, അസിഡിക് ഫുഡ്, അസിഡിറ്റി ഉള്ള ഫുഡുകൾ സൂര്യ അസ്തമിച്ചതിന് ശേഷം കഴിക്കാതിരിക്കുക. അതുകൊണ്ടാണ് പണ്ട് തൈര് കടം കൊടുക്കരുതെന്ന് പോലും പറഞ്ഞത്. രാത്രി തൈര് കഴിക്കുക പറയുന്നത്, കടം പോലും കൊടുക്കരുത്. കാരണം തൈര്, പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങുക. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു ഡോക്ടറല്ല, അത് വളരെ ക്ലിയർ ആയിട്ട്, പക്ഷേ ഞാൻ ഒരു ഫുഡ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ പ്ലേറ്റ് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ എണീറ്റു ഒരു പുട്ടുണ്ടാക്കി, ആ പുട്ടിന് വേള ഒരു ബുൾസൈ, ഒരു ഗ്ലാസ് കോഫി, അപ്പോൾ അതെല്ലാം കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളപ്പിച്ച പയർ വയ്ക്കാം. ഫിനിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പുട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം ചെറുതേൻ കിട്ടുമെങ്കിൽ കുറച്ചൊക്കെ. ഇനി അത് കിട്ടിയില്ലേ നിങ്ങൾക്ക് ശർക്കരപ്പൊടി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആ ബുൾസൈ കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഈ സാധനം ബുൾസൈ എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിച്ച് ഈ 4 സൈഡും കട്ട് ചെയ്ത് കഴിച്ചിട്ട് സ്പൂണിനകത്ത് ആ മഞ്ഞ വെച്ചിട്ട് കഴിച്ച വായിക്കകത്ത് വെച്ചിട്ട് ആ മഞ്ഞ ഇറക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും മുട്ട പുഴുങ്ങുമ്പോൾ അത് സൂര്യൻ ഉദിച്ച പോലെ ഇരിക്കണം. അതിന് 8 മിനിറ്റ്
പുഴുങ്ങിയിട്ട് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. താറാമുട്ടയാണെങ്കിൽ 10 മിനിറ്റ് പുഴുങ്ങിയിട്ട് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. കഴിവ് നാടൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുക. മഴക്കാലത്തൊക്കെ നാടൻ കോഴി കിട്ടുമെങ്കിൽ സൂപ്പ് ഇട്ട് കുടിക്കുക. ഓക്കെ. വീട്ടിൽ തന്നെ ഇടുക, മക്കൾക്കും കൊടുക്കുക. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ്, പണ്ടൊക്കെ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ കുറേ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്, അപ്പം ഒന്നും ഇല്ല. ഇപ്പം നിങ്ങൾ ഈ കോൺഫ്ലേക്സ് അതൊക്കെ അത് തന്നെയല്ലേ അവല്, ഒരു തരത്തിൽ അവല് കോൺഫ്ലേക്സ് അതിന് വില ഏറ്റവും ബെസ്റ്റ് അവല് കഴിക്കും. അത് തന്നെ ബെറ്റർ. അതാണ് നിങ്ങൾ പാക്കറ്റ് ഫുഡുകൾ വാങ്ങിക്കുന്നത്. എന്തിനാ ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റയും പല്ലിയുടെയെങ്കിലും ബുദ്ധി നിങ്ങൾ കാണിക്കുക. അവരില്ലെങ്കിൽ നിങ്ങളെ നോക്കി പുച്ഛിക്കും. തീർച്ചയായിട്ടും അല്ലേ? നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ നമ്മളുടെ രീതികൾ മാറുന്നുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പാശ്ചാത്യം അനുകരിക്കാൻ പോകുന്ന ഒരു ശീലമുണ്ടല്ലോ. പക്ഷെ പാശ്ചാത്യത്തിൽ നമ്മളെക്കാട്ടി ഹെൽത്തി ആയിട്ട് പാശ്ചാത്യം ചെയ്യുന്നത് ഒരുപാട് പച്ചക്കറികൾ കഴിക്കും. അവർക്ക് സൂപ്പുണ്ട്, സാലഡ് ഉണ്ട്. ഇത് രണ്ടും നമ്മളങ്ങ് ചാടിച്ചു. മനസ്സിലായി? അതെ. നമ്മളിപ്പോൾ ഓണക്കാലം വരുമ്പോൾ നമ്മൾ ഓണത്തിന് പോലും എന്ത് ചെയ്യും, നോൺ വെജ് കഴിക്കുന്ന ശീലമുണ്ട്. പക്ഷെ അതേ സമയത്ത് മര്യാദയ്ക്ക് ഒരു ഓണസദ്യ കഴിക്കാൻ ഇപ്പോഴും മലയാളിക്ക് അറിയില്ല അല്ലേ? അതിൻ്റെ ഒരു ശീലം, ഈ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല. നമ്മൾ ഈ ഫുഡ് എപ്പോഴും കഴിക്കാം. നമ്മളെപ്പോഴും നമുക്ക് കഴിക്കാൻ വൈറ്റ് സ്ഥലം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കുറേശ്ശേ കഴിക്കാം. നമുക്ക് ഓക്കെ, നാളെ ഉണ്ടല്ലോ. അതെ. ഒന്നും തീർന്നു പോകുന്നില്ല. ഈ വിഷയം നാളെ ഉണ്ടാവുമെന്ന് ഇവർക്ക് സംശയം. അപ്പൊ ഇന്ന് തിന്ന് തീർക്കുക. അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല. നാളെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ നാളത്തേക്ക് കൂടെ ഒന്ന് തിന്നാമെന്നൊരു ബോധത്തിൽ ജീവിക്കണം. കാരണം ഇപ്പൊ പലതും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മളിപ്പം അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അതാ ഇരിയടാ ഞാനിപ്പോൾ ദോശ എടുക്കാമെന്ന് പറയും. എന്നിട്ട് അയലവിക്കത്തൊക്കെ ചെന്ന് പറയാം, എങ്ങനെയുണ്ടോ എല്ലാം കഴിയും. അയ്യോ ഒന്നുമില്ല, രാവിലെ തൊട്ട് പട്ടിണിയാണ്. പിന്നെ അപ്പുറത്തോട്ട് ചെന്ന് അയ്യോ ഒന്നുമില്ല, രാവിലെ തൊട്ട് പട്ടിണിയാണ്. അങ്ങനൊരു മകനെ താങ്കൾ മനസ്സിൽ കാണുക. അതേപോലെ താങ്കൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ എനിക്ക് ഇങ്ങനെ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രക്ഷിക്കണം ഓക്കെ. എന്നിട്ട് പുറത്തോട്ടിറങ്ങി, എങ്ങനെ ഉണ്ട് ടോണി? ദാരിദ്ര്യമാ, കഷ്ടപ്പാടാ, ഇത് പറയാനല്ലേ നീ അവിടെ പോയെ. അങ്ങനെ പുറത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ പണഞ്ഞിട്ടങ്ങ് പോകണം. ബാക്കി അങ്ങനെ നോക്കിക്കോളും. അമ്മയടുത്ത് പറഞ്ഞില്ലേ വിശക്കുന്നത്. ഈ മൈൻഡ് സെറ്റാണ്. അമ്മ ദോശ വിടുന്നില്ലേ, പിന്നെ എന്തിനു ദാരിദ്ര്യവും പറഞ്ഞ് കിടക്കണം. സത്യമായ കാര്യം. ഈ പറച്ചിൽ അവസാനിപ്പിച്ചിട്ട് നമ്മൾ പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ ലൈഫ് പൊളിയാ. അത് സത്യമായ കാര്യം. ഒറ്റ കാര്യം കൂടെ, നമുക്ക് ഈ അംബ്രോഷ്യ ടീയും വാഴക്കൂമ്പ് ബിരിയാണിയും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു ചെറുതായി പോകും. അതിൻ്റെ ഒരു ഹെൽത്ത് വശങ്ങളൊന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ചിക്പി ആർക്കും ഇഷ്ടംപോലെ അവൈലബിളാണ്. ക്ലിറ്റോറിയ ടെർനേഷ്യ എന്ന് പറയുന്ന ശംഖുപുഷ്പം, അത് പലർക്കും അറിയില്ല. വെറുതെ വേലിപ്പുറങ്ങളിങ്ങനെ പോവുക. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം തൃശ്ശൂർ ചെന്നപ്പോൾ ഇതിൻ്റെ ഒരു വിത്ത് നോക്കിപ്പോയപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പൂവ് വിൽക്കാനുള്ളതാണ്, 6000 രൂപയാണ് പൂവിൻ്റെ വില എന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് ഒന്ന് കുറച്ചുകൂടെ പ്രചാരം കൊടുക്കും. താങ്കൾ 2020 തോന്നുന്നു വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ശംഖുപുഷ്പത്തിന്. ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് 36 ഔഷധ ഗുണമുണ്ടെന്നുണ്ട്. ഇത്രയും മെഡിസിനൽ വാല്യൂ എല്ലാം മുറ്റത്ത് തന്നെ ഉണ്ട്. മാത്രമല്ല ഇത് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. പിന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കാം. ഐസ് ഒന്നും കഴിക്കാൻ നല്ലതല്ല. പിന്നെയും ഞാൻ ഈ പറഞ്ഞ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ചാടണ്ടവൻ ചാടുമല്ലോ. ഐസ് ക്യൂബ് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് നല്ലൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. രണ്ട് പർപ്പസും നടക്കുന്നതാണ്. 2 നാരങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ ഐസ് ക്യൂബ് ഇടുക. അപ്പോൾ ഇതങ്ങ് മെൽറ്റ് ആവും. ഈ ഐസ് ക്യൂബ് മെൽറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതൊരു പിങ്ക് കളറാവും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. ഈ സ്പിരിറ്റും മറ്റേക്ക് വാങ്ങിച്ചു കൊടുക്കുക. പേര് അങ്ങനെ പറയും. ഈ നാട്ടിൽ കിടക്കുന്ന സ്പിരിറ്റ്, ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഈ സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി കാണിക്കാണ്ടിട്ടുണ്ട്. ഡയബറ്റിക് രോഗികൾ അതിൽ കൂടുതൽ ചത്തിട്ടുള്ളത്. അതെ. അല്ല ഞാൻ പറഞ്ഞില്ല, 81 വയസ്സുള്ള ഒരാൾ എല്ലാ ദിവസവും മദ്യപിച്ചൊരു വീഡിയോ ഞാൻ പറഞ്ഞതാ. എല്ലാ സ്ക്രീനിലും എഴുതി കാണിക്കും സ്മോക്കിംഗ്. ആയിരുന്നു ചിരിക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ചാവുന്ന ഡയബറ്റിക് വന്നിട്ടാ. ഈ ടിന്നിനകത്ത് അടിക്കുക, പിന്നെ മറ്റേത് കുടിക്കുക, ചത്തോ. അതിന് അവർക്ക് എനിക്ക് പറയാതെ അവർ നിങ്ങൾ ഇതിന് പകരം വീട്ടിൽ പനങ്ങൾക്കുണ്ടൊക്കെ കലക്കി നാരങ്ങ നീരൊക്കെ വാങ്ങിച്ച് പിഴിഞ്ഞ് ഇതിന് വിലക്കുറവാണ്. ശംഖുപുഷ്പമൊക്കെ ഞാൻ ഐസാക്കി ഈ സാധനം വെച്ചാൽ നിങ്ങളെ വീട്ടിൽ വരുന്നവർക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്തിനാ? നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കയറി വരുന്നു 2 മാവല പറിക്കുക. 2 മാവല പറിക്കുക, മിക്സിക്കകത്തിടുക, വെള്ളം ഒഴിക്കുക, 1/2 നാരങ്ങ പിഴിയുക, അടിക്കുക, അരിക്കുക, ഒരു ഗ്രീൻ മാംഗോ ജ്യൂസായി. ഉപ്പോ പഞ്ചാര ഇട്ട് കഴിക്കണം നിങ്ങളെ തീരുമാനം. എന്തായി? ഒരു ഗ്രീൻ മാംഗോ ജ്യൂസ്. വല്ല ചെലവുണ്ടോ? അല്ല, സുഖമായിട്ട് ഇത്തരം ശീലങ്ങളാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു ഫുഡ് ഇവാഞ്ചലിസ്റ്റിൻ്റെ റോള്. അറിയില്ലാത്ത കാര്യങ്ങൾ
നമ്മളൊരു പ്രഘോഷണമാണിത്. എവാഞ്ചലിസം എന്ന് പറയുന്നത് ബൈബിളിക്കലായിട്ട് പറയുന്നതാണെങ്കിൽ പോലും ഇതൊരു പ്രഘോഷണമാണ്. അറിവില്ലാത്തവരിലേക്ക് നമ്മൾ അറിവ് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ സോഷ്യൽ സർവീസാണ്. ടോണി ചേട്ടാ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഞാൻ അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന അറിവുള്ളവരെ ഒന്ന് തിരിച്ചറിയിക്കുക, നമ്മളിന്ന് ട്യൂൺ ചെയ്യുക, ഒരു കാറ്റലിസ്റ്റ് ആവുക. തിരിച്ചറിവുകൾ. അതെ അതെ അതെ. കാരണം നമുക്കറിയാം ഇതെൻ്റെ മാമനാണെന്ന്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ മാമനെ പോകുന്ന എണീറ്റ് ഗുഡ് മോർണിംഗ് ഒന്ന് ബഹുമാനിക്കുക. ആ തിരിച്ചറിവ്, ഗുരു എന്ന തിരിച്ചറിവ്, തീർച്ചയായിട്ടും അമ്മ എന്ന തിരിച്ചറിവ് അറിവിനേക്കാൾ വലുതാണ് ഏട്ടാ അതെ തിരിച്ചറിവ്. അല്ല, അതിന്റെ ഭാഗം കൂടാണല്ലോ അക്കാഡമി, കുലിനറി അക്കാഡമി തുടങ്ങുന്നത്. അത് വലിയ രീതിയിൽ അതൊരു ഫിനിഷിംഗ് സ്കൂൾ. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ശീലിച്ച് മറന്ന സാധനങ്ങൾ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണല്ലോ. എല്ലാവരും നമ്മൾ കണ്ട് ശീലിക്കുന്നതല്ലേ തുടക്കം മുതലേ. എന്തായാലും എല്ലാം ഭംഗിയായി നടക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. ഷെഫ് നളൻ്റെ കൂടെയുള്ള ഇത്രയും സമയം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അതിനൊപ്പം ഒരുപാട് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഫ് നളൻ്റെ ഒരു ഇൻ്റലക്ച്വൽ നോഹവും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വളരെ സന്തോഷം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഏറെ സന്തോഷത്തോടുകൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയൊരു ജീവിത സ്പന്ദനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഷെഫ് നളനും പ്രത്യേകം നന്ദി. എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.